ഇന്ന് നമ്മളൊരു കിളിമീൻ കറിയാണ് വയ്ക്കുന്നത്. ഇത് കിളിമീൻ, ഇത് മല്ലിപ്പൊടി, ഇത് തേങ്ങ, ഇത് മുളക് പൊടി, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഉലുവ, ഇത് മഞ്ഞൾ, പിന്നെ ഇത് തക്കാളി, ചെറിയ ഉള്ളി, പുളി, കുടംപുളിയാണ്, പച്ചമുളക്. ഇത്രയാണ്. നമ്മൾ തേങ്ങയും തക്കാളിയും കൂടെ അരച്ച് ചേർക്കുക. ഇത് ചെറിയ ഉള്ളി നമ്മൾ ചതച്ചിടുകയാണ്, ചതച്ച് വാട്ടുക. എന്നിട്ട് ഞാൻ കാണിക്കാം. ആണ് ഇത്ര സാധനമാണ് നമ്മളൊന്നും ഉണ്ടാക്കുന്നത്. കിളിമീൻ കറിയാണ്, തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. നമ്മൾ 2 സ്പൂൺ എണ്ണ ഇടുകയാണ്. എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. കടുകിടുകയാണ്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് വാട്ടുക. ചെറിയ ഉള്ളി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ 2 പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് വാട്ടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. ഇതും പച്ചച്ചവ് മാറുന്നോടം വരെ നമ്മൾ വരട്ടിയെടുക്കുക. രണ്ട് കരിയേപ്പും കൂടി ഇടുക. എന്നിട്ട് നല്ലപോലെ വരട്ടിയെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ വരണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ മുളക് പൊടി ഇടാം. മുളക് പൊടി 2 സ്പൂണാണ്. ഉലുവ 1/2 സ്പൂൺ. മല്ലിപ്പൊടി 1 സ്പൂൺ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ഒന്ന് പച്ചച്ചവ് പോകുന്നോളം വരെ ഒന്ന് വാട്ടുക. നമ്മൾ തക്കാളിയും തേങ്ങയും കൂടെ അരച്ചാണ് ഒഴിക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന ആ ഒരു മീൻ കറിയാണ്. നമ്മളിവിടെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ തേങ്ങ തക്കാളിയും കൂടെ അരച്ചുള്ള ഇതാണ് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് പുളി ഇടുക. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടുക. ഒന്ന് തിളവരട്ടെ. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. അടുപ്പ് തുറന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെറുക്കിയിടാം. മീനൊന്ന് വേകണം, എന്നാലേ ആ പുളിയും പിടിക്കുകയുള്ളൂ. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി കിട്ടുകയുള്ളൂ. നമുക്ക് ഇത്രയും വെള്ളം മതി, തേങ്ങ അരച്ച് ചേർക്കുന്നതല്ലേ. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം വരുമല്ലോ. മീൻ ഇത്ര ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. ഉപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. നമുക്ക് പുളിയും പിടിക്കും. നമ്മളിവിടെ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പം ഇത് വേകുമ്പോഴത്തേന് നമുക്ക് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം. അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഉള്ള തേങ്ങയാണ് അരയ്ക്കാൻ പോകുന്നത്. തേങ്ങ അരമുറി തേങ്ങയാണ്. പിന്നെ തക്കാളി ഇതിട്ട് നമ്മൾ അരയ്ക്കുക. ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ട്.
നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഹോട്ടലിൽ പോയപ്പോൾ ഈ മീൻകറി കൂട്ടിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ആൾ തിരക്കില്ലെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കറിക്ക് എന്താ ചേർക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു തന്നതാണ്. ഇത് തേങ്ങയും തക്കാളിയും കൂടെ അരച്ചതാണ്. ഇത് നമ്മൾ ചേർക്കുക. നിങ്ങൾ വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ല പുളിയും തക്കാളിയുടെ പുളിയും ഇതെല്ലാം കൂടെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടോ. നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു അരപ്പൊന്ന് ചൂടാകുന്നിടം വരെ നമുക്ക് തുറന്ന് നോക്കാവേ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ അരപ്പ് ചൂടാകുകയുള്ളൂ, ഒത്തിരി തിളയ്ക്കരുത്. തിളച്ച് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നു. അപ്പം ഇത്രയും തിളച്ചാൽ മതി. ഇനി അതിൻ്റെ കൂടെ നമ്മൾ 2-3 കരിയേപ്പിടുക. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ 1 സ്പൂൺ മതിയേ. എന്നിട്ട് നമ്മൾ അടച്ചങ്ങ് വെച്ചേക്കുക. തീ അങ്ങ് കെടുത്തിയേക്കുക. തീ നിർത്തിയിട്ട് അവിടെ ഇച്ചിരി നേരം ഇരിക്കട്ടെ, ഒരു മിനിറ്റൊക്കെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാവേ. അടുപ്പ് തുറന്ന് നോക്കാം. ഞാൻ അടച്ച് വെച്ചതല്ല, ആ തീയിൽ ഇരുന്നിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. മീൻകറി റെഡി. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ്. അപ്പോൾ ഒന്നും കൂടെ വെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്താണ് കേട്ടോ. നിങ്ങളിത് വെച്ച് നോക്കണേ. ഇതാണ് ഇന്നത്തെ മീൻകറി. നിങ്ങൾ വെച്ച് കഴിക്കണേ. നല്ല ടേസ്റ്റാണ്. പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റോട് കൂടി മീൻകറിയാണ് ഇത്. നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന മീൻകറി. ഷെയറും ലൈക്കും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ.